നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. പറഞ്ഞ കേക്കില്ലാന്ന് വെച്ചാ അതുപോലെ രാത്രി ഒന്ന് തലചായ്ക്കാനെങ്കിലും സ്വന്തം വീട്ടിലേക്ക് വരണമെന്നുള്ള ചിന്തയുണ്ടോ അവന്? ഇല്ലല്ലോ. ഇനി അവന്റെ സമയത്തിന് കാത്തു നിൽക്കുന്നില്ല ഞാൻ. വൈകമോളെയോ വൈദേഹി മേഡത്തിനെയോ ആരെന്ന് വെച്ചാ കാണാൻ ഞാൻ പറഞ്ഞോളാം അവരോട് കാർത്തികിനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കണോ. എന്താ കൃഷ്ണമാമ? നിന്റെ കൃഷ്ണമാമയ്ക്ക് ഇപ്പൊ വൈകിടെ വീട്ടിലോട്ട് പോണോന്ന്. എന്ത് പറ്റി കൃഷ്ണമാമ? ഒന്നുമില്ല മോളെ, ആ ജോലി ഉപേക്ഷിക്കുന്ന കാര്യം കാർത്തിക്കായിട്ട് അവിടെ പറയുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അതില്ലാതായി. ഇനിയിപ്പോ ഞാനായിട്ട് ചെന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കിയെടുക്കാന്ന് കരുതി. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി വന്നോട്ടെ കൃഷ്ണമാമയുടെ കൂടെ. അതിനെന്താ കുഴപ്പം? നല്ല കാര്യമില്ലേ? മോളും വന്നോളൂ. ഞാൻ പോയി കാർ എടുത്തിടാം. അപ്പോഴേക്കും രണ്ടുപേരും കൂടി അങ്ങോട്ട് വാ. ഇങ്ങനൊരു യാത്രക്ക് ഇറങ്ങിയ സാധാരണ തടയിടലാണല്ലോ പതിവ്. ഇതിപ്പോ എന്തു പറ്റി? കൂടെ വരണമെന്ന് പറഞ്ഞു. ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. ഇനിയും അവനെ രക്ഷപ്പെടുത്താനുള്ള വരവായിരിക്കും. അത് വേണ്ടിനി. സ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ അങ്ങ് സംഭവിക്കട്ടെ. ഞങ്ങള് പോയിട്ട് വന്നോളാം. ഈയിടെയായിട്ട് കാർത്തിക്കിനോടുള്ള ചേച്ചിയുടെ സ്നേഹം ഒരുപാട് കുറഞ്ഞു പോയതുപോലെ ഉണ്ടല്ലോ. എന്തു പറ്റി ദേവിയമ്മ? അത് നീ എന്നെ ഒന്ന് കുത്തി പറഞ്ഞതാണെന്ന് മനസ്സിലായി. കുത്തി പറഞ്ഞൊന്നുമല്ല. സ്വന്തം മകൾക്കൊരു ആപത്ത് വന്നാ അതിന് കാരണക്കാരൻ ഇനിയിപ്പോ കൂടെ പിറപ്പായാലും ഒരുപാട് നാളൊന്നും സംരക്ഷിച്ചു പിടിക്കാൻ ശ്രമിക്കില്ല ദേവിയമ്മ ആരും. പിന്നെ വേറൊരു കാര്യം, ഞാൻ കൂടെ വരുന്നു പറഞ്ഞത് കാർത്തിക്കിനെ രക്ഷപ്പെടുത്തിയെടുക്കാനൊന്നും അല്ല. ഇനിയിപ്പോ കൃഷ്ണമാമ അയാളെ അവിടെ വെച്ച് വെട്ടിക്കൊന്നാലും എന്റെ ജീവിതത്തില് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനിങ്ങനെയൊക്കെ തന്നെ അങ്ങ് ജീവിച്ചു പോവും. ജയിലിൽ പോകേണ്ടി വരുന്നത് ഞാനായിരിക്കില്ല, കൃഷ്ണമാമയാ. വിധവയാവുന്നത് ഞാൻ മാത്രമല്ല, ദേവിയമ്മയും കൂടിയാവും. അല്ലേ തന്നെ എനിക്കെന്ത് വിധവാപ്പട്ടം കിട്ടാനാ ഇനി? ബാക്കിയെല്ലാം സഹിക്കാം. പക്ഷെ ആ മാലിനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഒരച്ഛനെയാ. സുന്ദരി, നടക്കാൻ പോകുന്ന സത്യങ്ങൾ പറയുമ്പോ എന്തിനാ ഇങ്ങനെ ശബ്ദം ഉയർത്തി ദേഷ്യപ്പെടുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിന്ന് ആരും ഒരു ബാധ്യതയല്ല. വൈഗ മാഡത്തിനോടും വൈദേഹി അമ്മയോടും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാർത്തിക്കിനെ രക്ഷിക്കാനല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഞങ്ങളുടെ കൂടെ വരുന്നേ? ആ വീട്ടിൽ ചെന്ന് കയറിയിട്ട് എന്റെ കൃഷ്ണമാമ അവിടെ വെച്ച് അപമാനിക്കപ്പെടാതിരിക്കാൻ. അപമാനിക്കാനോ? അതിനിപ്പോ അവിടെ ആരാ ഉള്ളത്? മാഡവും വൈദേഹി അമ്മയും ഒന്നും ചെയ്യില്ല. കാരണം അവർക്ക് വിവരമുണ്ട്, വകതിരിവുണ്ട്. പക്ഷെ അപമാനിക്കാനും ആക്ഷേപിക്കാനും അറിവുകേടും ഭീരുത്വവും വേണ്ടുവോളം ഉള്ള ഒരൊറ്റൊരുത്തം മതിയല്ലോ അവിടെ, കാർത്തിക്. സ്വയരക്ഷയ്ക്ക് വേണ്ടി ഏതൊരാളെയും ചവിട്ടി താഴ്ത്താനും താറടിക്കാനും എന്തിന് കൊന്നുകളയാനും മടിയില്ലാത്തവനല്ലേ ദേവിയമ്മയുടെ ആങ്ങള. ജയിക്കാൻ വേണ്ടി കൃഷ്ണമാമയുടെ മുഖത്ത് നോക്കി എന്തും വിളിച്ചു പറയാൻ ഉളുപ്പും മടിയും ഇല്ലാത്തവനായാള്. പക്ഷെ ദേവിയമ്മ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ, അവിടെ ചെന്ന ശേഷം കൃഷ്ണമാമയുടെ മനസ്സ് നോവുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു വർത്തമാനം കാർത്തിക്കിന്റെ വായിൽ നിന്ന് വീണ് കത്തിയെടുക്കാൻ പോകുന്നത് കൃഷ്ണമാമയായിരിക്കില്ല, ഞാനായിരിക്കും. ദേവിയമ്മയുടെ ആങ്ങളുടെ ജീവൻ പോകാൻ പോകുന്നത് ഒന്നുകിൽ ദേവിയമ്മയുടെ ഭർത്താവിന്റെ കൈകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ സുന്ദരിയുടെ കൈകൊണ്ടായിരിക്കും.
ഇവരെന്തിനാ ഇപ്പൊ ഒരറിയിപ്പില്ലാതെ ഇങ്ങോട്ട് വരുന്നേ? വാ. അപ്രതീക്ഷിതമായി ഞങ്ങളെ കണ്ടപ്പോ മേഡം ഒന്ന് ഞെട്ടിയതുപോലെ ഉണ്ടല്ലോ. ഏയ്, ഞെട്ടലൊന്നുമില്ല കൃഷ്ണ. പക്ഷെ പ്രതീക്ഷിക്കാതെയാണല്ലോ ഈ വരവ്. ഇരിക്കേ കൃഷ്ണ. ആ, സുന്ദരി, ശ്രീദേവി, ഇരിക്കേ. പരിചയക്കാര് വീട്ടിലേക്ക് വരുമ്പോ എന്തിനു വന്നു എന്ന് ചോദിക്കുന്നത് ഔചിത്യമല്ലെന്നറിയാം. പക്ഷെ സാധാരണ ഒന്ന് വിളിച്ചിട്ട് വരുന്നതാണല്ലോ കൃഷ്ണന്റെ പതിവ്. ഇന്നത് എന്തു പറ്റി? ഒരു കോള് പോലും കണ്ടതുമില്ല. എന്തെങ്കിലും അത്യാവശ്യക്കാരിയായിട്ട് വന്നതാണോ? വന്നത് ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാൻ തന്നെയാ. മേഡത്തിനോടും വൈകമളോടും അത് പറയുകയും വേണം എനിക്ക്. അല്ല, വൈകമോളെ കൂടി ഒന്ന് വിളിക്കോ? സുന്ദരി, മോള് മുകളിലെ മുറിയിലായിരിക്കും, ഒന്ന് വിളിച്ചോണ്ട് വരൂ. മോളിവിടെ ഇല്ലല്ലോ കൃഷ്ണ. അവള് ഹസ്ബൻഡിന്റെ കൂടെ ആശുപത്രി ചെക്കപ്പിന് പോയിരിക്കുക. അതൊരു അബദ്ധമായല്ലോ. സാരമില്ല, ഞാൻ പറയാൻ വന്ന കാര്യം മാഡം തന്നെ വൈകമോളോടൊന്ന് അവതരിപ്പിച്ചാ മതി. ഈശ്വര, കാർത്തിക്കും വൈകമോളും കൂടി ഒരുമിച്ച് തിരിച്ചു വരുന്നതിന് മുമ്പേ എങ്ങനെയെങ്കിലും കൃഷ്ണൻ ഇവിടുന്ന് പറഞ്ഞു വിടണമല്ലോ. എന്താ ചെയ്യാ? മാഡം എന്തായി ആലോചിക്കുന്നത്? കൃഷ്ണൻ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് ആലോചിച്ചതാ. വിഷയം മാഡത്തിന് അറിയാവുന്നത് തന്നെയാ. സുന്ദരിയുടെ ഭർത്താവിന്റെ കാര്യം പറയാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു.